നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ സീസണിൽ ഞാൻ 1% ജയിക്കാൻ ആഗ്രഹിച്ചവരായിരുന്നില്ല ഇവരാരും തന്നെ. ഇവരൊന്നും എന്റെ വിജയത്തിന്റെ അന്ന് നടന്ന പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുത്തവരല്ല. അഖിൽ മാരാർ ലൈവിൽ വന്ന വലിയൊരു വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം താൻ ജേതാവാകാൻ അവിടെ പലരും ആഗ്രഹിച്ചില്ല, ഷോയുടെ നടത്തിപ്പുകാർക്കും താല്പര്യമില്ലായിരുന്നു. പിന്നെ അത് ആ എൻഡമോൾ ഷൈൻ എന്നൊരു കമ്പനിക്ക് പിന്നെ ആ പ്രേക്ഷകരുടെ പിന്തുണ അവർക്ക് ശരിവെക്കേണ്ടി വന്നു ആ ഷോയെ രക്ഷപ്പെടുത്താൻ. അതായത് ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കാതിരിക്കാൻ പ്രേക്ഷകർ ഏറ്റവും ഏകപക്ഷീയമായി പിന്തുണ കൊടുത്ത മാരാറെ തന്നെ വിജയിപ്പിക്കേണ്ടി വന്നു. അതായത് അവർക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ടാണ് താൻ ജേതാവായത് എന്നൊക്കെ മാരാർ പറയുന്നുണ്ട്. അതിൻ്റെ ഓഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ സിബിന് സംഭവിച്ചത് എന്താണ്? സിബിൻ പെട്ടെന്ന് വലിയ രീതിയിൽ പ്രേക്ഷക പിന്തുണ കൈയടക്കിയപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു പിഴവുണ്ടായി, ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ സിബിൻ ജേതാവാകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം ബിഗ് ബോസ് ഷോയുടെ അധികൃതർ അവരും പിന്നെ മോഹൻലാലും ഒക്കെ വന്ന് സിബിനെ ആ അവസരത്തിൽ നല്ല രീതിയിൽ എടുത്തിട്ട് കുടഞ്ഞു, നല്ല രീതിയിൽ കൊട്ടുകൊടുത്തായിരുന്നു. ഇതൊട്ടും സഹിക്കാൻ പറ്റാതെ സിബിൻ ഈ ബിഗ് ബോസിനെ നേരെ തിരിച്ചു തളർത്തുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകതരം സ്ട്രാറ്റജിയാണ് പിന്നീട് അവിടെ കളിയിൽ സ്വീകരിച്ചത്. അതായത് മാനസികമായ ആഘാതം ഏറ്റ പോലെയും പിന്നെ നിസ്സഹകരിച്ചും അവിടെ ഒരു സമനില തെറ്റിയ രീതിയിലൊക്കെ അവിടെ 2-3 ദിവസം ചെലവഴിച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്തതോടുകൂടി അത് ഇച്ചിരി ഓവറായിപ്പോയി. ബിഗ് ബോസിന് തന്നെ ഒരു അവസരം കൊടുക്കുകയായിരുന്നു. സിബിനെ പുറത്താക്കാൻ ഒരു വാലിഡായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു സിബിൻ എന്ന് വേണം പറയാൻ. പക്ഷേ മാരാരാണെങ്കിൽ അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ല. പുള്ളി ആ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് കളിച്ചത്. ബിഗ് ബോസിന് ഇങ്ങനെ പുറത്താക്കാൻ തക്ക ഒരു വലിയ കാരണം ഉണ്ടാക്കി കൊടുക്കാതെ മാരാർ 50 ദിവസം കഴിഞ്ഞിട്ട് മാരാർ സ്മൂത്തായിട്ടാണ് കളിച്ചത്. അപ്പോൾ മാരാർ തന്റെ അനുഭവം ഇപ്പോൾ ലൈവിൽ വന്ന് വിശദീകരിച്ചത് എന്താണെന്ന് കേൾക്കാം. പ്രേക്ഷകരെ ആസ്വദിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, ചിന്തിപ്പിക്കുക, ചിരിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം കൊടുക്കാൻ കഴിയാവുന്ന ഒരു ഷോ വളരെ മോശം രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ എല്ലാ ദേഷ്യവും സത്യം പറഞ്ഞാൽ വ്യക്തിപരമായി എനിക്കുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിന് കാരണക്കാർ ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില വ്യക്തികളാണ് എന്നുള്ളത് വളരെ കൃത്യമായി എനിക്കറിയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ സീസണിൽ ഞാൻ 1% ജയിക്കാൻ ആഗ്രഹിച്ചവരായിരുന്നില്ല ഇവരാരും തന്നെ. ഇവരൊന്നും എന്റെ വിജയത്തിന്റെ അന്ന് നടന്ന പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുത്തവരല്ല. ഏഷ്യാനെറ്റിലെ ചില തലപ്പത്തിരിക്കുന്ന ചിലർ അവർ അവരുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവര് പറയുന്ന വ്യക്തികളെ, അവരെ ആഗ്രഹിച്ച വ്യക്തികളെ ജയിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും എൻഡമോൾ ഷൈൻ എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ ഷോ നശിക്കരുത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് അനുകൂലം എന്ന് പറഞ്ഞാൽ അവർ എനിക്ക് അനുകൂലമായിട്ട് നിന്നു എന്നുള്ളതല്ല, അവരുടെ താല്പര്യങ്ങൾക്ക് കൂട്ടുപിടിച്ചു കൊടുത്തില്ല. ഏഷ്യാനെറ്റിലെ ഈ തലപ്പത്തിരിക്കുന്ന ചിലരുടെ താല്പര്യങ്ങൾക്ക് കൂട്ടുപിടിച്ചു കൊടുത്തില്ല. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അങ്ങനെ പറയുമ്പോൾ എന്റെ ഹൗസിലുണ്ടായിരുന്ന മറ്റു മത്സരാർത്ഥികളെ മോശക്കാരാക്കി സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ആരാക്ക് വേണ്ടി നിന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനിത് പറയുമ്പോൾ ഇത് എവിടെങ്കിലും ഇരുന്ന് കേൾക്കുന്ന അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ കൂടുതൽ ഇവരാരെങ്കിലും എവിടെങ്കിലും ഒന്ന് ചൊറിഞ്ഞാൽ തെളിവ് സഹിതം ഇവരുടെയൊക്കെ മെസ്സേജുകളും ഇവരുടെയൊക്കെ റെക്കോർഡിങ്ങുകളും സഹിതം പുറത്തു വിടാൻ വളരെ കൃത്യമായിട്ട് പറ്റും. അപ്പൊ ഇവിടെയും സിബിന്റെയും ഈ അഭൂതപൂർവമായ ഈ പ്രേക്ഷക പിന്തുണ പെട്ടെന്നുണ്ടായപ്പോൾ ഈ ബിഗ് ബോസ് ഷോ അധികൃതർക്കും സിബിൻ ജയിക്കണമെന്ന് താല്പര്യമില്ലാത്ത അവസ്ഥയിൽ ആയിരുന്നു. അപ്പോൾ അത് മുതലെടുത്ത് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ സിബിനെ തക്കതായ കാരണം പറഞ്ഞ് അങ്ങ് പുറത്താക്കുകയായിരുന്നു. മാരാരാണെങ്കിൽ അത് മാറ്റിപ്പിടിച്ച് കളിച്ചേനെ. മാരാരാണെങ്കിൽ കുറച്ചും കൂടി അതിനെ ധൈര്യമായിട്ട് നേരിട്ട് അതിനെ തനിക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ പ്രേക്ഷകരിലേക്ക് പിന്നെ അത് വേറൊരു സ്ട്രാറ്റജിയിലൂടെ എത്തിക്കാൻ ശ്രമിച്ചേനെ. അപ്പോൾ സിബിനിവിടെ കുറച്ച് ഓവറായിട്ട് മാനസിക ആഘാതത്തിലേക്ക് പോയതുകൊണ്ടാണ് ഇനിയിപ്പോൾ ബിഗ് ബോസിനെ ഇങ്ങനെ പുറത്താക്കാൻ ഒരു നല്ല അവസരം അവിടെ ഉണ്ടാക്കി കൊടുത്തത്.